ഹലോ ഗൈസ്, ഇന്ന് റമദാൻ 5. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. മാവിൽ മഞ്ഞപ്പൊടി ഇടാൻ പറഞ്ഞപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ അള്ളാഹ് വിളിയാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പൊരിക്കടി പറഞ്ഞാൽ മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഉമ്മ ഒന്ന് മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു തേങ്ങ ചിരണ്ടാൻ നോക്കിയിട്ട് പറ്റുന്നില്ലടേ, എൻ്റെ ഫുള്ള് സ്ട്രെങ്ത്തും ഞാൻ എടുത്ത് നോക്കി, പക്ഷെ പറ്റുന്നില്ല. അവസാനം കുറച്ച് ചിരകി കൊടുത്തിട്ട് ഞാൻ ആ ജോലി അങ്ങോട്ട് രാജിവെച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെയല്ല, പത്തിരി ചുടാനുണ്ട്. ഇനി ഈ പത്തിരി പരത്തി തന്നതൊക്കെ ഉമ്മയും താത്തയും കൂടിയാണെങ്കിലും പത്തിരി ചുട്ടത് ഞാനാണ്. അതിൻ്റെ ശേഷം താത്ത ഇവിടെ മുട്ടബജ്ജിയിലോട്ടുള്ള ആ ഉണ്ണി മാറ്റി വെച്ചിട്ട് അതിൽ മറ്റേതൊക്കെ ചമ്മന്തിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഞാനൊന്ന് നിസ്കരിച്ച് വന്നപ്പോഴത്തേന് ഇവിടെ ചുടലായിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ കാണുന്നത് കറിക്ക് അരച്ച് പാരാനുള്ള തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചട്ടിനി ഉണ്ടാക്കിയാലോ. ഈ മുട്ടബജ്ജിക്ക് ചട്ടിനി ഉണ്ടായാൽ അടിപൊളി കിടിലനായിരിക്കും കേട്ടോ. അപ്പോൾ 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു ചെറിയ ഉള്ളി, ചെറിയ തക്കാളി തന്നെയാണ് വേണ്ടത്. 2 പച്ചമുളക് ഇട്ടത് ഓർമ്മയുള്ളൂ, നോമ്പ് പിറക്കുമ്പോഴത്തേക്ക് കഴിച്ചപ്പോൾ ഒടുക്കത്തെ എരിവ് വരുന്നത്. പിന്നെ മല്ലിച്ചപ്പ് അത് നിർബന്ധം കേട്ടോ, എന്നാലും ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നാരങ്ങ ഉപ്പൊക്കെ ചേർത്തിരുന്നു. അപ്പോഴത്തേന് അമ്മ വിളിച്ചതുകൊണ്ട് ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ജ്യൂസ് ഇളനീർ ജ്യൂസായിരുന്നേ. അപ്പോൾ തേങ്ങ ഇട്ടിരുന്നു, അപ്പോൾ അതിൻ്റെ ഇളനീർ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.